Hello students. Next we are going to discuss the topic that is product mix. പ്രൊഡക്റ്റിൻ്റെ ഒരു ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു, പ്രൊഡക്റ്റ് ലൈൻ പറഞ്ഞു, അതിൻ്റെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൊഡക്റ്റ് ലൈൻ പറഞ്ഞു, പ്രൊഡക്റ്റ് ലൈൻ മോഡിഫിക്കേഷൻ്റെ മെത്തേഡ്സ്, അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ലൈൻ മോഡിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, ട്രേഡിംഗ് അപ്പ് ട്രേഡിംഗ് ഡൗൺ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. നെക്സ്റ്റ് ടോപ്പിക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് ഇസ് പ്രൊഡക്റ്റ് മിക്സ്. ഓക്കെ, പ്രൊഡക്റ്റ് ലൈൻ എന്താന്ന് പറഞ്ഞു, നമ്മളൊരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റുകളെയാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അഗ്രിഗേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു കമ്പനിക്ക് 5 ലൈൻ ഉണ്ടെങ്കിൽ 5 ലൈനിൻ്റെ ടോട്ടലാണ് ആ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ലൈനിലും ചിലപ്പോൾ 5 പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 5 × 5 25. ഓക്കെ, അപ്പോൾ 25 പ്രൊഡക്റ്റാണ് കമ്പനി ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് നോക്കാം എന്താണ് പ്രൊഡക്റ്റ് മിക്സ് എന്നുള്ളത്. Product mix is the total list of product which a firm offers to its buyers. അവരുടെ ബയേഴ്സിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന ടോട്ടൽ ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കമ്പനീനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ടോട്ടലായിട്ട് ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ചിലപ്പോൾ നമ്മൾ 15 പറയും, 5 പറയും, ചിലപ്പോൾ 2 പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഓരോ ലൈനിലും ആ കമ്പനി എത്ര പ്രൊഡക്റ്റാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഒരു ലൈനിൽ 3 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒരു ലൈനിൽ 2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ 3 × 2 = 5 ആയി. ഒരു ലൈനിൽ 5 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെ 10 ആയി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് എത്രയാണ്? 10 ആണ്. എന്നാൽ ലൈൻ എത്രയേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ. ഓരോ ലൈനിലുള്ള പ്രൊഡക്റ്റുകൾ എത്രയാണ്? ഒന്നിൽ 3, ഒന്നിൽ 2, ഒന്നിൽ 5. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എത്രയാണ് ടോട്ടൽ ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം ആൻഡ് ഓഫർ ദിസ് പ്രൊഡക്റ്റ് ടു ഇറ്റ്സ് കൺസ്യൂമേഴ്സ് ഓർ ബയേഴ്സ്, ദറ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്റ്റ് മിക്സ്. ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഓൾ ദ പ്രൊഡക്ട്സ് ഓഫേർഡ് ഫോർ സെയിൽ ഓഫ് എ ഫേം. ഒരു ഫേം ഓഫേർഡ് ഫോർ സെയിൽ മീൻസ് ഓഫർ ടു ദ കൺസ്യൂമേഴ്സ് the number of product, the total number or the complete list of product that can be produced and offered sale by a firm, that is known as product mix. Product mix is also called product portfolio, product range or product assortment. Product മിക്സ് ഇസ് ഓൾസോ നോൺ ആസ്, പ്രൊഡക്റ്റ് മിക്സിനെ നമ്മൾ എങ്ങനെയൊക്കെ പറയും? പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ മീൻസ് കമ്പനിയുടെ ടോട്ടൽ ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ, എത്രത്തോളം പ്രൊപ്പോർഷൻ ഓഫ് പ്രൊഡക്റ്റ് ദറ്റ് a company can be produced, that is known as product portfolio. Product range means the range means or the total list of highest items, lowest items. Okay, and the difference between the total list of items, that is known as product range. Product assortment, that means product variation, ഏതൊക്കെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ വേരിയേഷനിൽ കമ്പനി പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ദറ്റ് ഇസ് നോൺ ആസ് പ്രൊഡക്റ്റ് അസോർട്ട്മെൻറ്റ്. അപ്പം പ്രൊഡക്റ്റ് മിക്സ് ഇസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ, പ്രൊഡക്റ്റ് റേഞ്ച്, പ്രൊഡക്റ്റ് അസോർട്ട്മെൻറ്റ്. ആൻഡ് ഓർഗനൈസേഷൻ വിത്ത് സെവറൽ പ്രൊഡക്റ്റ് ലൈൻ ഹാസ് എ പ്രൊഡക്റ്റ് മിക്സ്. ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഒരുപാട് പ്രൊഡക്റ്റ് ലൈൻ ഉണ്ടെങ്കിൽ കമ്പനിക്ക് എന്താണ് അതിൻ്റെ ടോട്ടലുകളെ എന്തെന്ന് പറയാം? പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ലൈനുകളിൽ വരുന്ന പ്രൊഡക്റ്റുകളുടെ സം ടോട്ടലിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊഡക്റ്റ് മിക്സ് എന്നുള്ള കോൺസെപ്റ്റ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൊഡക്റ്റ് മിക്സ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ്? നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ പറഞ്ഞു, പ്രൊഡക്റ്റ് ലൈനിൻ്റെ ഫാക്ടേഴ്സ് പറഞ്ഞു, അതായത് കമ്പനിയുടെ സ്ട്രെങ്ത്, കപ്പാസിറ്റി, നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്, കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്, എക്കണോമിക് ചേഞ്ചസ്, ഇതൊക്കെ എന്താണ്? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, കോമ്പറ്റീറ്റേഴ്സ്, ഇതൊക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യും? പ്രൊഡക്റ്റ് മിക്സിനെ പ്രൊഡക്റ്റ് ലൈനിനെ എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റ് മിക്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിലും സം ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് പ്രൊഡക്റ്റ് മിക്സ് ഓൾസോ. ഓക്കെ, അത് ഏതൊക്കെയാണെന്നുള്ളതാണ് താഴെ പറയുന്നത്. എ കമ്പനി മേ ചേഞ്ച് ഇറ്റ്സ് പ്രൊഡക്റ്റ് മിക്സ്. ഇറ്റ് മേ ആഡ് ന്യൂ പ്രൊഡക്റ്റ് ഓർ എലിമിനേറ്റിംഗ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ദിസ് പ്രൊഡക്റ്റ് മിക്സ് ഓൾസോ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ദ കമ്പനി. ഓക്കെ, എപ്പോഴും ഒരേ മിക്സ് ആയിക്കൊള്ളണം എന്നില്ല. കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് ദർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പൊസിഷൻ ഓർ ദ കമ്പനീസ് എക്സിസ്റ്റിംഗ് കൺസ്യൂമേഴ്സ് പൊസിഷൻ, ദ കമ്പനി ക്യാൻ ഡിസൈഡ് ഐദർ എക്സ്റ്റൻഷൻ
of the product mix or to reducing or to eliminating the existing product in the product mix. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് തീരുമാനിക്കാം എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റുകളെ ഡിലീറ്റ് ചെയ്യണോ അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റുകളുടെ കൂട്ടത്തിലേക്ക് വേറെ പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് സം ഫാക്ടേഴ്സ് ദ കമ്പനി ഷുഡ് ഡിസൈഡ് ദ പ്രൊഡക്റ്റ് മിക്സ്. ഓക്കെ, എനിവേ ദ പ്രൊഡക്റ്റ് മിക്സ് വിച്ച് അഫക്ട് ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. പ്രൊഡക്റ്റ് മിക്സിനെ എന്തൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, change in population. Change in population means a change in the size or composition of population will bring about change in demand. നോർമലി ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ അനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും എന്ത്? ബയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ മീൻസ് ഇൻക്രീസ് ഇൻ ബയേഴ്സ് വിച്ച് ജനറലി മീൻസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. നോർമലി വെൻ പോപ്പുലേഷൻ ഇസ് ഇൻക്രീസ്ഡ്, ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടിരിക്കും? സ്വാഭാവികമായിട്ടും സപ്ലൈ ഓഫ് ദ കമ്പനി ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ഓൾസോ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഈസ് ഓൾസോ ഇൻക്രീസ്ഡ്. ഓക്കെ, സോ ചേഞ്ച് ഇൻ ദ പോപ്പുലേഷൻ ഇസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് product mix. Change in population. On the basis of population changed, normally the number of consumers of a company is also changed. So change in population is also one of the factors which affect the product mix decision. Okay, അതാണ് ഫസ്റ്റ് ഫാക്ടർ, ദറ്റ് ഇസ് ചേഞ്ച് ഇൻ പോപ്പുലേഷൻ. ചേഞ്ച് ഇൻ കൺസ്യൂമർ ഇൻകം. നമുക്കറിയാം ഓരോരുത്തരുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്കുള്ള ഇൻകം ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നോർമലി ദ കൺസംഷൻ പാറ്റേൺ ഓഫ് ദറ്റ് കൺസ്യൂമർ ഇസ് ഓൾസോ ഇൻക്രീസ്ഡ്. സോ സെയിം വേ ദ കൺസ്യൂമേഴ്സ് ഇൻകം ഇസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്, നോർമലി ദ സെല്ലിംഗ് കപ്പാസിറ്റി ഓർ ദ production that can be produced by a company is also changed. So change in consumer income is also one of the factor which affect product mix decision. Okay, when income increases, purchasing power will increase. Income increase ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, എനിക്ക് സാലറി കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി എന്താണ് ഒന്നുകൂടെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കും. ഇപ്പോൾ വാങ്ങിക്കുന്നത് ഒരു പക്ഷേ 500 ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് 500 kg വരുന്നതാണെങ്കിൽ 500 gram വരുന്നതാണെങ്കിൽ ഞാൻ ഇനി ചിലപ്പോൾ എന്താണ് 1 kilogram വാങ്ങിച്ചു എന്നിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് ചേഞ്ചിങ് ഇൻകം നോർമലി ദ കൺസ്യൂമേഴ്സ് buying habit is also increased. So income is one of the factor which affect the purchasing power of a consumer. This means that buyers are able to buy more product. When income is increased, the buyers is purchasing more product. Existing productil നിന്ന് അവർ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നു. This compels the company to alter its product mix. When the consumers, അതായത് when the company should create huge demand, the company is also produce more product. Okay, അപ്പോൾ എന്താണ്? ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചാണ് എന്തുണ്ടാവുക? നോർമലി the production is also increased. So income of the consumer will depend the purchasing power of the consumer. So when the purchasing power of the consumer is increased, normally the production capacity and production pattern of the firm is also increased. So income will depend the production of the firm. Okay, so income is also, consumers income is also one of the factor which affect പ്രൊഡക്റ്റ് മിക്സ്. പ്രൊഡക്റ്റ് മിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ. നെക്സ്റ്റ് ഫാക്ടർ, ചേഞ്ച് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. ഡിമാൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. ഇത് ഏകദേശം ഒരു ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. അപ്പോൾ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത് എന്തിനെയാണ്? കൺസ്യൂമറുടെ ബിഹേവിയറാണ്. then also their buying habit, buying pattern. മുന്നേയൊക്കെ നമ്മൾ മന്ത്ലി 1 time വാങ്ങിച്ചുള്ളെങ്കിൽ നമുക്ക് ചിലപ്പോൾ സാലറി കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മന്ത്ലി 2 times വാങ്ങിച്ചു വന്നിരിക്കും. അപ്പോൾ എന്താണ്? ബൈയിങ് ആറ്റിറ്റ്യൂഡും ബൈയിങ് പാറ്റേണും ഇൻക്രീസ് ചെയ്യുന്നു. ദറ്റ് ബൈയിങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബൈയിങ് പാറ്റേൺ ഇസ് ചേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ചേഞ്ചിങ് കൺസ്യൂമർ ബിഹേവിയർ. This complex the company to make some changes in the product mix. ഇത് എന്തിനെ കാരണമാക്കുന്നു? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രൊഡക്റ്റ് മിക്സിൽ മാറ്റം വരുത്തിയിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് മിക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്പനി നിർബന്ധിതരാവുന്ന ഒരു സിറ്റുവേഷനാണ് when consumer behavior is to be changed. Normally the buying pattern of the consumer is also increased. And the next factor, that is marketing influences.
In order to enjoy the advantage to large scale production so as to earn more profit, the firm may increase its production up to the optimum level. അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ മോർ പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ നോർമലി ദ ഫേം ഇൻക്രീസ് ദെയർ പ്രൊഡക്ഷൻ അപ് ടു ദെയർ മാക്സിമം കപ്പാസിറ്റി. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം കപ്പാസിറ്റിയിൽ അവർ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ഇപ്പോൾ ഈ കോവിഡ് സ്റ്റേജിൽ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്ന സമയത്ത് അവരുടെ മാക്സിമത്തിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവണം? പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം. ബിക്കോസ് ദ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ ഡിമാൻഡ് ഓഫ് ദ മെഡിസിൻ ഇസ് ഇൻക്രീസ്ഡ്. നമുക്കറിയാം കോവിഡിൻ്റെ ഈ ഒരു സമയത്ത് നമുക്ക് മെഡിസിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യും? ഓപ്റ്റിമം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, അവർക്ക് എത്ര മാക്സിമം കപ്പാസിറ്റിയിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഒപ്റ്റിമം ലെവലിൽ അവർ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഒപ്റ്റിമം ലെവൽ പ്രൊഡക്ഷൻ ഏൺ ഹയർ പ്രോഫിറ്റ് ടു ദ കമ്പനി. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒപ്റ്റിമം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം പ്രോഫിറ്റ്, ആ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ വിൽക്കാനും കമ്പനിക്ക് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കമ്പനിയെ മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസസ്, അതായത് പ്രൊഡക്ഷൻ പാറ്റേണും പ്രൊഡക്ഷനിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? കമ്പനിക്ക് more profit earn ചെയ്യുന്നു. This is also one of the marketing influences which offer the product mix. Okay, when production is increased, production increase ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റ് അവിടേക്ക് 5 പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്താലും 50 പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്താലും എന്താണ്? ഒരേ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എന്താണ്? നോർമലി ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇസ് ദ സെയിം ലെവൽ ആൻഡ് ദ പ്രൊഡക്ഷൻ ഇസ് ഇൻക്രീസ്ഡ്. വി ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് മോർ പ്രൊഡക്റ്റ് ടു ദ transportation center, so normally the company can earn more profit. So marketing influences is also one of the factor which affect product mix. Next factor, that is പ്രൊഡക്ഷൻ എഫിഷ്യൻസീസ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ പ്രൊഡക്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എഫിഷ്യൻസി ഓഫ് ദ ഫേം ഇസ് ഓൾസോ ഫാക്ടർ വിച്ച് അഫക്റ്റ് മോർ പ്രൊഡക്ഷൻ. വെൻ ദ ഫേം ഹാസ് ഹൈ എഫിഷ്യൻസി, നോർമലി ദ കമ്പനി ഷുഡ് പ്രൊഡ്യൂസ് more product. Normally the company should get more profit. So efficiency is also one of the factor. Okay, firm expand its production, it enjoys a number of economies. അപ്പം ഒരു പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്ന് നമ്മൾ കണ്ടു. ഇറ്റ് ക്യാൻ ഇൻസ്റ്റാൾ ഹെവി ആൻഡ് കോസ്റ്റ്ലി മെഷീൻസ്. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്? ഹെവി ആയിട്ടുള്ള മെഷീൻസ് കമ്പനി ഇൻസ്റ്റാൾ ചെയ്യൽ നിർബന്ധമാണ്. ഇറ്റ് ക്യാൻ ഹാവ് എ ലാർജ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. ഇറ്റ് ക്യാൻ ഓൾസോ പ്രൊവൈഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മളുടെ കയ്യിൽ നമ്മളുടെ എത്രത്തോളം നമുക്ക് അതിനുള്ള എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. ദറ്റ് മീൻസ് വെൻ വി ഇൻസ്റ്റാൾ ഹെവി ഓർ ലാർജ് ഓർ കോസ്റ്റ്ലി മെഷീൻസ്, നോർമലി ദ സ്പെഷ്യലൈസേഷൻ ഓർ ദ സ്പെഷ്യലൈസ്ഡ് എക്സ്പേർട്ട് is need for the എക്യുപ്മെൻറ്റ് ഓർ ഹാൻഡ്ലിങ് ദ എക്യുപ്മെൻറ്റ് അല്ലേ? മെഷീൻസൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വി നീഡ് എ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ആ മെഷീനിന് വേണ്ട ഒരു സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതേപോലെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് എന്ത് കൊടുക്കേണ്ടി വരും? ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ എന്താണ്? നോർമലി ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ടു ബി ഇൻക്രീസ്ഡ്. സോ ദ എഫിഷ്യൻസി ഈസ് ഓൾസോ, ദ കമ്പനീസ് എഫിഷ്യൻസി ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് അഫക്റ്റ് ദ പ്രൊഡക്റ്റ് മിക്സ്. And next factor, that is financial influences. When a firm increases its output, it will enjoy a number of economies in finance. It can raise capital easily on favorable terms. Normally കമ്പനിയുടെ ഫിനാൻസും എന്താണ്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഫാക്ടറാണ്. കമ്പനിയുടെ കയ്യിൽ ഫിനാൻസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കമ്പനിക്ക് ഫിനാൻസ് റേസ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അതെന്താണ്? നോർമലി ദ പ്രൊഡക്ഷൻ ഇസ് ഓൾസോ ഇൻക്രീസ്ഡ്. അപ്പം ഫിനാൻഷ്യൽ എഫിഷ്യൻസി ഓർ ഫിനാൻഷ്യൽ സോഴ്സസ് ഓർ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് അഫക്റ്റ് ദ പ്രൊഡക്റ്റ് മിക്സ്. ദെൻ ലാസ്റ്റ് വൺ ഇസ് യൂസ് ഓഫ് വേസ്റ്റ്.
യൂസ് ഓഫ് വേസ്റ്റ് മീൻസ് ലാസ്റ്റ് വൺ അല്ല, ലാസ്റ്റിന് മുന്നേ വരണം വേണ്ടതാണ്. ദറ്റ് ഈസ് യൂസ് ഓഫ് വേസ്റ്റ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ഫാക്ടേഴ്സും എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് ആറ്റിറ്റ്യൂഡ്, കൺസ്യൂമർ ബിഹേവിയർ, ഇതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് മിക്സിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, പിന്നെ ഇതൊക്കെ എന്താണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീറ്റേഴ്സിന് എത്രത്തോളം ഈ പ്രൊഡക്റ്റ് മിക്സിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് എന്താണ് ഇതൊക്കെ ഫാക്ടറായിട്ട് പറയാവുന്നതേ ഉള്ളൂ പ്രൊഡക്റ്റ് മിക്സിൻ്റെ. ഓക്കെ, അപ്പോൾ പറഞ്ഞത് യൂസ് ഓഫ് വേസ്റ്റ് മീൻസ് കമ്പനി ഹൗ യൂട്ടിലൈസ് ദെയർ റെസിജ്വൽസ് ഓർ വേസ്റ്റ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് വൺ ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യണം, എഫക്റ്റീവ്ലി ഓർ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ദ വേസ്റ്റ് ഓർ വേസ്റ്റ് റിമൂവൽ, വേസ്റ്റ് റീയൂസ്. ഈ ടെക്നോളജി റെസിജ്വൽസ്, വേസ്റ്റുകൾ എങ്ങനെ റീയൂസ് ചെയ്യാം, റെസിജ്വൽസിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതൊക്കെ കമ്പനി എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കമ്പനി പഠിച്ചിട്ട് അത് വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു പ്രൊഡക്റ്റ് മിക്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എ കമ്പനി മേ പ്രൊഡ്യൂസ് ബൈ പ്രൊഡക്റ്റ് ബൈ യൂട്ടിലൈസിങ് വേസ്റ്റ് ഓർ റെസിജ്വൽ മെറ്റീരിയൽസ്. കമ്പനിക്ക് ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസിജ്വൽ മെറ്റീരിയൽസ്, മിച്ചം വരുന്ന മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനി ഇന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ബൈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ദിസ് ബ്രിങ് ഡൗൺ ദ കോസ്റ്റ് ഓഫ് ദ മെയിൻ പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ ബൈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിലേക്ക് കാരണമാവും, അത് മെയിൻ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം കമ്പനിക്ക് വരുത്തും. നെക്സ്റ്റ് ഫാക്ടർ ദറ്റ് ഇസ് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി. കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി മീൻസ് ബിഫോർ ഡിസൈഡിങ് എ പ്രൊഡക്റ്റ് മിക്സ് ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ വെദർ ദ പ്രൊഡക്റ്റ് മാച്ച് ദ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി. നമ്മളെപ്പോഴും നമ്മളെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എന്ത് നോക്കണം, നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ഏത് രീതിയിലാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. സോ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് അഫക്റ്റ് ദ പ്രൊഡക്റ്റ് മിക്സ്. ആൻഡ് ദ ലാസ്റ്റ് ഫാക്ടർ ദറ്റ് ഇസ് പ്രോഫിറ്റബിലിറ്റി. Company has to consider overall impact of profitability. It is necessary to ensure whether the product improve the profit of the company. Okay, കമ്പനിയുടെ പ്രൊഡക്റ്റ് മിക്സിലുള്ള ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് കമ്പനി എന്ത് ചെയ്യണം, thoroughly identify which product is more profitable. So profitability is also one of the impact or profit the factor which affect the product mix. So product mix decision will depends on പ്രോഫിറ്റബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് മിക്സ് ഡെസിഷൻസ് നമ്മൾ എടുക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് പ്രൊഡക്റ്റ് മിക്സ് ഡെസിഷൻ. ഏതൊക്കെ നമ്മൾ പറഞ്ഞത്, ചേഞ്ച് ഇൻ പോപ്പുലേഷൻ, ചേഞ്ച് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം, ചേഞ്ച് ഇൻ കൺസ്യൂമർ ബിഹേവിയർ, മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസ്, പ്രൊഡക്ഷൻ എഫിഷ്യൻസി, ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസ്, യൂസ് ഓഫ് വേസ്റ്റ്, competitive strategy and the profitability. Okay, these are the main factors which affect product mix decision. Next, product life cycle meaning and definition. A product passes through different stages. The stages through which a product passes are collectively known as product life cycle. ഒരു പ്രൊഡക്റ്റ് പല സ്റ്റേജിലൂടെയാണ് പാസ് ചെയ്യുന്നത്. The stage through which a product passes are collectively known as product life cycle. ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് പാസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. Thus, PLC refers the stages through which a new product move as it enters, get established and ultimately leaves the market പ്ലേസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് നമുക്കറിയാം, നമ്മൾ പാസ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടിക്കാലം, ദെൻ ഒന്ന് വലുതാവുന്നു, ദെൻ അതിനുശേഷം മെച്യൂർ ആവുന്നു, അതിനുശേഷം നമ്മൾ ഡിക്ലൈൻ സ്റ്റേജിലേക്ക് എത്തുന്നു, അബാൻഡൻ്റ് മരിച്ചു പോകുന്നു. ഈ ഒരു സ്റ്റേജാണ്. സെയിം വേ എന്തിനും ഉണ്ട്, പ്രൊഡക്റ്റിനും ഇങ്ങനെ കുറച്ച് ലൈഫ് സൈക്കിൾ വരുന്നുണ്ട്. അതിനെയാണ് പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ.